പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു. അവിടുത്തെ നാമം എല്ലാ നാമത്തിനും മേലായ നാമമായിരിക്കാൻ ആ നാമത്തെങ്കിൽ എല്ലാ വിഷയത്തിനും വിടുതലുള്ളതിനായി കടന്നു ചെല്ലുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് ദൈവമഹത്വമായി വിടുതലായി തീരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഡൈനിൽ യാതൊരു ഇഷ്ടംസും കൂടാതെ ദൈവം സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ സ്വർഗത്തെ ദൈവം തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമഹത്വത്തെക്കുറിച്ച് ആമേൻ ഇന്ന് നമ്മൾ സംസാരിപ്പാനായി കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ മോനച്ചം അല്ലെങ്കിൽ കെ വർഗീസ് ഇന്ന് നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. തുടർന്ന് ആമേൻ കർത്താവിൻ്റെ ദാസൻ ആ വിഷയത്തെ ആസ്പദമാക്കി ദൈവവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ ദാസനെ അതിനായി ക്ഷണിക്കുന്നു. സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ഞങ്ങളെ കേൾക്കുന്ന MLWC എന്ന ഈ ഗോസ്പൽ TV കൂടെ യൂട്യൂബിൽ കൂടെ കേൾക്കുന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഇതിന് ലീഡർഷിപ്പ് നൽകുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ ജോസഫ് വർഗീസ് അതിൻ്റെ കാര്യാദികളൊക്കെ നോക്കുകയും എന്നെ ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇന്ന് അല്പമായിട്ട് അന്യോന്യം പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാനത് ഒത്തിരി വിശ്വസിക്കുന്ന ആളാണ്. നമുക്ക് രണ്ടുപേർക്കും നല്ലതുപോലെ അറിയാം ദൈവമഹത്വത്തെക്കുറിച്ച്. കുറച്ചൊക്കെ അറിയാം. ഒത്തിരി ഒന്നും എല്ലാവർക്കും അറിയത്തൊന്നുമില്ല. എന്നാൽ അല്പമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്താവിൻ്റെ ദാസൻ്റെ ചിന്തയിൽ ദൈവമഹത്വം കാണുക എന്ന് പറഞ്ഞാൽ എന്തു തോന്നുന്നു, എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ ഒന്ന് പറഞ്ഞാൽ, എന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്ററാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കേൾക്കുന്നവർക്കും അതൊരു സന്തോഷമായിരിക്കത്തില്ലയോ? ദൈവമഹത്വം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ലെന്ന്. ദൈവമഹത്വം എന്ന് പറഞ്ഞാൽ നാം ചെയ്യുന്ന, നാം ചിന്തിക്കുന്ന, നാം ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെയും നാം കർത്താവിൻ്റെ നാമത്തിൽ നാം കൽപ്പിക്കുമ്പോൾ അവിടെ ദൈവമഹത്വം ഇറങ്ങുവാനിടയായിത്തീരും. ആമേൻ. നമുക്ക് മുമ്പിൽ നിൽക്കുന്ന എല്ലാ പ്രതികൂല ശക്തികളെയും നമ്മളെ കാൽ കീഴാക്കുവാനുള്ള അധികാരം ദൈവം തന്നിരിക്കുന്നത്. നമ്മളത് പറയാതിരുന്നാൽ, നമ്മളത് ചെയ്യാതിരുന്നാൽ ദൈവമഹത്വം കാണത്തില്ല. നമ്മളത് പറയുമ്പോൾ അവിടെ ദൈവമഹത്വം ഇറങ്ങും. എൻ്റെ ജീവിതത്തിൽ അത് അനേക ദിവസങ്ങളെല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. എൻ്റെ ജീവിതയാത്രയിൽ അതെല്ലാം ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. സ്തോത്രം. ഇന്ന് ഞാൻ ഒരു ബാപ്റ്റിസ്റ്റ് പാസ്റ്ററിനെ കണ്ടുമുട്ടി അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ അവിടെ ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിപ്പാൻ ഇടയായി തീർന്നു. അന്നേരം ആ വ്യക്തി എന്നോട് പറഞ്ഞത്, ഇവിടുത്തുകാരനാ, എന്നോട് പറഞ്ഞത്, എനിക്കറിയാൻ വയ്യാത്ത റെവലേഷനാണല്ലോ എന്നോട് പഠിപ്പിക്കുന്നത്. തുള്ളിച്ചാടി ഒടുവിൽ ഞങ്ങൾ ഒരുമിച്ച് കൈയും കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവമഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. പക്ഷെ നാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദൈവമഹത്വം ഇറങ്ങും. ആമേൻ. തുടർന്ന് കർത്താവിന്റെ ദാസനെ അങ്ങനെ പറയുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. മാർത്തയോട് പറഞ്ഞു. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന് പ്രസംഗിച്ചപ്പം എനിക്കത് ഇച്ചിരി പ്രയാസമായിട്ട് തോന്നി. എന്താ പ്രയാസം തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രസംഗിക്കുന്നവർ കൂടുതലും ഈ മാർത്തയുടെ സഹോദരി മറിയ ഉയർത്തുന്ന ഒരു സ്വഭാവമാണ് എല്ലാവർക്കും ഉള്ളത്. അതെ. പക്ഷെ അതുണ്ടെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വരുന്നുണ്ടേ, അവിടെ മറിയയുടെ നാമമേ ഉയരുന്നില്ല, മറിയയുടെ പേരേ ഉയരുന്നില്ല. മറിയ ഒറ്റ പ്രാവശ്യമേ യേശുവിനോട് സംസാരിക്കുന്നുള്ളൂ. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ ലാസർ മരിക്കയില്ലായിരുന്നു എന്നുള്ള ഒറ്റ വാക്കേ അവൾ പറഞ്ഞുള്ളൂ. അപ്പോഴത്തേക്ക് ആ പ്രസംഗിച്ച ആള് അവള് വന്നതിന് ശേഷമാണ് കർത്താവ് മൂവ് ചെയ്യാൻ തുടങ്ങി. കർത്താവ് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്നുള്ളത്. ദൈവമക്കളെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടേക്കുന്നത്
മാർത്ത മറിയ രണ്ട് ഭാഗത്തുണ്ട്. ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലും കാണാൻ സാധിക്കും. 12-ാം അധ്യായത്തിലും യോഹന്നാൻ 12-ാം അധ്യായത്തിലും മറിയ യേശുവിന്റെ കാൽഭാഗത്ത് ഇരിക്കുന്നത് കാണാൻ സാധിക്കും. മറിയ തിരഞ്ഞെടുത്തത് ഒരു നല്ല അംശം തന്നെയാണ്. പക്ഷെ ദൈവ മഹത്വത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണെന്നുള്ള ഈ വലിയ രണ്ട് മെസ്സേജ് നമുക്ക് ലഭിക്കുന്നത് മാർത്തയിൽ കൂടിയല്ലേ കർത്താനാസനെ? അതെ. അപ്പൊ മാർത്ത എന്ന് പറയുന്ന കഥാപാത്രം നിസ്സാരമാണോ? അല്ല. ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണേലും വിശ്വസിക്കാം, അല്ലേ? മനുഷ്യർക്ക് എന്ത് വേണേലും വിശ്വസിക്കാം. തീർച്ചയായിട്ടും. പക്ഷെ എന്നുണ്ടെങ്കിൽ ഞാൻ കാണുമ്പോ മാർത്ത ഒരുപാട് കാര്യങ്ങൾ കർത്താവിനോട് സംസാരിക്കുന്നുണ്ട്. കർത്താവ് അവളോട് മറുപടിയും പറയുന്നുണ്ട്. അപ്പൊ കർത്താവിനോട് സംസാരിക്കാൻ നമുക്കൊരവസരം കിട്ടുന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? സംസാരിക്കണം. കാരണം ആ അവസരം കിട്ടിയ മാർത്ത അത് പാഴാക്കിയില്ല. പാഴാക്കിയോ? ഇല്ല. നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് തിരിയാം. മൊത്തം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം ഒന്നെടുത്താണ്. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം എടുത്തു. ഇപ്പൊ തന്നെ കർത്താവിന്റെ ദാസൻ പറഞ്ഞത്, പ്രാർത്ഥിച്ചപ്പോൾ പല ദൈവമഹത്വവും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, വിശ്വസിക്കുന്നവരാലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആമേൻ. അപ്പം നമ്മള് വിശ്വാസികൾ എന്ന് പറയുകയും, ഇന്ന് വേറൊരു പ്രസംഗം ഒരു ദേവദാസന്റെ കേട്ടപ്പം ഈ കേട്ടാൽ നമുക്ക് തോന്നും നമ്മളെല്ലാം എന്ത് ചെയ്യുന്നറിയോ, നമ്മളെല്ലാം പാപികളാണ്, ഒരു രക്ഷയുമില്ല എന്ന് തോന്നും. കാരണം പുതിയ നിയമത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരു എന്താണ്, നമുക്ക് കർത്താവ് ചെയ്തത് പറഞ്ഞതെല്ലാം നമുക്ക് ജീവിക്കാൻ പറ്റും, ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല, ഒരുത്തർക്കും ജീവിക്കാൻ പറ്റത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞു. ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് 100% കറക്റ്റാണ്. പക്ഷെ കർത്താവ് പറഞ്ഞത് എന്നെ ഫോളോ ചെയ്യാനാണ് പറഞ്ഞാണോ? അതെ. കർത്താവിനെ അനുഗമിക്കാനാണ്. അപ്പൊ കർത്താവാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്, അല്ലേ? കർത്താവല്ലേ ശുദ്ധീകരിക്കുന്നത്. അതെ. പിന്നെ നമ്മൾ എന്തിനാ അതിനെക്കുറിച്ച് ഇത്ര ഭാരപ്പെടുന്നത്? കർത്താവ് ആക്കിയ സ്ഥാനത്ത് കർത്താവിനോട് കൂടെ അങ്ങ് നടന്നാൽ പോരാ. നമുക്ക് നോക്കിയേ, അവിടെ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ മാർത്ത വന്ന് പറയുന്ന ഭാഗങ്ങള് ഓക്കെ. യേശു പിന്നെയും ഉള്ള നിന്ന് ഇവിടേക്കെത്തി കല്ല് നീക്കുവേൻ. ഓക്കെ, ഇനി 39, 40, 41 ഒന്ന് വായിച്ചാണ്. 39 പോലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാണ്. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. ഓക്കെ, ഇവിടെ എനിക്ക് മനസ്സിലാകാത്ത, യേശു എപ്പോഴായി പറഞ്ഞത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്? ഈ മാർത്ത വന്നപ്പം പറഞ്ഞായിരുന്നോ? മാർത്ത വന്നപ്പോ പറഞ്ഞായിരുന്നു? അണ്ട് 21 മുതൽ വായിച്ചാട്ട്. മാർത്ത 20 മുതൽ വായിച്ചാട്ട്. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഓ കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. മതി. അപ്പൊ ഇവിടെ കർത്താവിന്റെ ദാസൻ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കി, ഇവിടെ വെച്ച് ഒന്നും യേശു പറഞ്ഞില്ല വിശ്വസിച്ചാൽ നീ മഹത്വം കാണുമെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല. പ്രഥമ ദൃഷ്ട്യാ നമുക്കൊന്നും കാണുന്നില്ല. ഉണ്ടോ? ഇല്ല.
ഇല്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ യേശു അവിടെ പറഞ്ഞത് എന്തായിരുന്നു? നീ എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന മാർത്ത പറഞ്ഞപ്പോൾ 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞപ്പം യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. ആമേൻ. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. അന്നേരം അവൾ വാദിച്ചു നിൽക്കുന്നുണ്ട്. അവൾക്കറിയാവുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്രശ്നം. നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ നമ്മൾ ആരോട് പറഞ്ഞുകൊണ്ടിരിക്കും? കർത്താവിനോട്. ഇതാണ് നമ്മുടെ അനേക ക്രിസ്തീയ വിഭാഗത്തിലുള്ളവർക്കെല്ലാം ഉള്ള പ്രശ്നം. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. ഈ അറിവ് ഇങ്ങനെ കുടഞ്ഞിട്ടുകൊണ്ടിരിക്കുകയാണ്. യേശു പറയുന്നതിനെ നമ്മൾ കൂടുതൽ എന്തോ ചെയ്യണം? ഫോക്കസ് ചെയ്യണം. നമ്മുടെ ഫോക്കസ് യേശു എന്തു പറഞ്ഞു എന്നുള്ളതാണ്. അല്ലാതെ നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട് അത് പറഞ്ഞ് ഫലിപ്പിക്കാനാണ് മനുഷ്യനെല്ലാം ശ്രമിക്കുന്നത്. അതെ. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടുപേര് സംസാരിക്കുന്നു. യേശുവിനോടുകൂടെ ആര് സംസാരിക്കുന്നോ ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും സംസാരം എന്ത് ചെയ്യുമെന്നറിയാമോ? കൂടുതൽ ഫോക്കസ് ചെയ്യും. എന്നിട്ട് യേശു ആ വ്യക്തിയോട് എന്ത് പറയുന്നു എന്നുള്ളതാണ് ഞാൻ കൂടുതൽ എന്ത് ചെയ്യുന്നത്? നോക്കുന്നത്. പഴയ നിയമത്തിലായാലും ഇങ്ങനെ തന്നെയാണ്. യഹോവയായ ദൈവം, പിതാവായ ദൈവം എന്ത് പറയുന്നു എന്നുള്ളതാണ് ഞാൻ ഫോക്കസ് ചെയ്തേക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങളും ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതാണ് കർത്താവ് പറഞ്ഞത്. നീ വിശ്വസിച്ചാൽ എന്ത് ചെയ്യും? മഹത്വം കാണും. ആമേൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ദൈവത്വം വെളിപ്പെടുത്തുക എന്നുള്ളത്. ആമേൻ. ഇപ്പം ദൈവത്തിന്റെ മഹത്വം ആദ്യം വെളിപ്പെടുത്തിയത് എവിടെയായിരുന്നു? ഖാനാവിലെ കല്യാണത്തിൽ ദൈവമഹത്വം വെളിപ്പെടുത്തിയത്. അപ്പം ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ദൈവമഹത്വം വെളിപ്പെടുത്തിയത്. പഴയ നിയമത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ മോശയുടെ ജീവിതത്തിൽ ആ ഫറവോന്റെ മുന്നേ വെച്ച് ആ ദൈവമഹത്വം വെളിപ്പെടുത്തുന്നുണ്ട്. ഫറവോൻ പോലും ഭയന്നു പോകുന്നുണ്ട്, അല്ലേ? ഞാൻ ഏറ്റവും ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യം, ദൈവം പറഞ്ഞു നീ അവന്റെ ദൈവമായിരിക്കും. ഒന്നുകൂടെ പറഞ്ഞു വാക്യം. ദൈവം പറഞ്ഞു നീ അവന്റെ ദൈവമായിരുന്നു. അത്രയ്ക്ക് അതോറിറ്റിയാണ് ദൈവം മോശയ്ക്ക് കൊടുത്തത്, അല്ലേ? എന്നിട്ട് മോശ ഫറവോന്റെ മുന്നിൽ വടിയിടാൻ പറഞ്ഞു. ദൈവം പറഞ്ഞിട്ടാ വടിയിടുന്നു, അല്ലേ? വടിയിട്ടു. അപ്പൊ ഈ ഫറവോന്റെ വേലക്കാരും എന്ത് ചെയ്തു? മന്ത്രവാദികളും അവരും വടിയിട്ടു. എനിക്ക് മനസ്സിലാകാത്ത ഒരു കുഴപ്പം, ഒരു 10 വടി ഉണ്ടെന്നിരിക്കട്ടെ. ഈ 10 വടിയും പാമ്പായി. ഈ പാമ്പിനെ മുഴുവനും മോശയുടെ പാമ്പ് വിഴുങ്ങിയില്ലയോ? വിഴുങ്ങി കഴിഞ്ഞാൽ ഈ വടിക്ക് വ്യത്യാസം ഉണ്ടാകണ്ടേ? ഇല്ല, ഉണ്ടായില്ല. തിരിച്ചെടുത്തപ്പോ അതുപോലെ തന്നെ മോശയുടെ വടി പഴയ പോലെ തന്നെ. അപ്പൊ അവരുടെ വടിയല്ലേ ഇവിടെ പോയി? ഇതാണ് അല്ലേ? കാരണം തിരിച്ചെടുത്തപ്പോൾ ആ വടി ഒന്നും കാണാനില്ല. ഈ വടിയെല്ലാം ഈ ദൈവത്തിന്റെ വടി എന്ത് ചെയ്തു? വിഴുങ്ങി കഴിച്ചു. ഇതാണ് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി. പൈശാചിക പ്രവൃത്തികളെ മുഴുവൻ കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പം ഈ മരണത്തെ കൺസ്യൂം ചെയ്തിട്ട് ലാസറിനെ പുറത്തേക്ക് വിളിക്കുന്നതിന് മുമ്പ് കർത്താവ് പറയുന്നത്, വിശ്വസിച്ചാൽ നീ എന്ത് ചെയ്യും? ദൈവമഹത്വം കാണും. ഈ മഹത്വത്തെ കുറിച്ച് ഈ സഹോദരിമാര് യേശുവിന്റെ അടുക്കൽ ന്യൂസ് അയക്കുന്നുണ്ട്. ആദ്യം ആ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാണ്. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥന്യയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയയായിരുന്നു കർത്താവിനെ പരിമളതൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവെ, നിനക്ക് പ്രിയമായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു.
ഇപ്പം ഈ ഈ നമ്മൾ രണ്ടുപേരുണ്ട്, നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഈ മെസ്സേജ് അവർക്ക് അവിടെ കിട്ടിയോ? സഹോദരിമാർക്ക് കിട്ടിയോ? കിട്ടിയിരുന്നു എങ്കിൽ ഇവരെന്ത് ചെയ്യത്തില്ലായിരുന്നു? കരഞ്ഞ് വിലപിക്കത്തില്ലായിരുന്നു. അതെ, ഇവര് ലാസറിനെ ഒട്ട അടക്കത്തും ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? ഈ മെസ്സേജ് യേശു പറഞ്ഞ മെസ്സേജ് ഇവർക്ക് എത്തിയിട്ടില്ല. ഇതാണ് നമ്മുടെ മിക്ക ആൾക്കാരുടെയും പരാജയം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം കർത്താവ് അല്ലെന്നുണ്ടെങ്കിൽ യേശു കർത്താവ് പറയുന്ന അനേക വാക്കുകളും നമ്മുടെ ചിന്ത, മതത്തിന്റെ ചിന്ത, അതങ്ങനെ അങ്ങ് വിഴുങ്ങി മാറ്റിക്കളയും. നമ്മൾ ഒരുപാട് ഇന്റർപ്രിട്ടേഷൻ. ഇന്ന് ഞാൻ കേട്ട പ്രസംഗത്തിനകത്ത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പൊ നമ്മൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. നമ്മളെ അപ്പോസ്തലൻ ആരാണെന്നാണ് കർത്താവിന്റെ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്? ആരാ? നമുക്ക് നോക്കാം ആരായിരുന്നു അപ്പോസ്തലൻ, അല്ലേ? ഓക്കെ, നമുക്ക് എബ്രായ ലേഖനം 3-ാം അധ്യായം എടുത്താട്ട്. ഓക്കെ. അത് ഒന്ന് വായിച്ചാട്ട്. 6. ഒന്ന് പോലെ വായി. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും ആ. മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും. അപ്പൊ നമ്മുടെ അപ്പോസ്തലൻ ആരാ? യേശു. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം എന്ന് പറഞ്ഞ് ഊന്നി പറയുന്നു. എന്റെ അപ്പോസ്തലൻ ആരാ? യേശു ക്രിസ്തു. വിശ്വസിക്കുന്നുണ്ട് കർത്താവിൻ്റെ അകത്ത്. തീർച്ചയായിട്ടും. അപ്പം ഇവര് പറയുന്ന എല്ലാം എന്താണെന്നറിയാമോ? ഇങ്ങോട്ട് നോക്കിയേ. അപ്പോസ്തല പ്രവൃത്തി കഴിഞ്ഞുള്ള അപ്പോസ്തലന്മാർ എഴുതിയത്. അപ്പൊ ഇദ്ദേഹം പ്രസംഗിച്ച ആള് പറഞ്ഞത് യേശുവിനെ കണ്ടിട്ടുള്ളവരും യേശുവിനോട് കൂടെ നടന്നിട്ടുള്ളവരുമായവർ എഴുതിയ ഈ ലേഖനങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ ലേഖനമെല്ലാം ഇവിടെ കളയണം നമുക്ക്. പൗലോസിന്റെ ലേഖനമെല്ലാം അത് ഉപയോഗിക്കാൻ പറ്റുമോ? പൗലോസ് യേശുവിന്റെ കൂടെ നടന്നിട്ടുണ്ടോ? ഇല്ല. യേശുവിനെ കണ്ടിട്ടുമില്ല. കണ്ടിട്ടുള്ളതായിട്ട് പൗലോസ് പറയുന്നില്ല. പൗലോസ് പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ ദർശനം കണ്ടു. ദർശനം കണ്ടു. നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, നേരിട്ട് നടന്നിട്ടില്ല. ഇല്ല. അപ്പൊ പിന്നെ പൗലോസിന്റെ ലേഖനമല്ല എന്ത് ചെയ്യണം നമുക്കിനി? പഠിപ്പിക്കുന്നത് ശരിയാ, നല്ല പഠിപ്പിനുകാരനാ, ഏറ്റവും നല്ല പഠിപ്പിനുകാരനാ. ആദ്യം നമുക്ക് വേണ്ടി അയച്ചിരിക്കുന്ന അപ്പോസ്തലൻ ആരാണ്? യേശുവാണ് എൻ്റെ അപ്പോസ്തലൻ. അത് കഴിഞ്ഞേ ഉള്ളൂ ആ അപ്പോസ്തലന്റെ കൂടെ പ്രവർത്തിച്ച മറ്റുള്ള അപ്പോസ്തലന്മാരാണ്, അല്ലയോ? അങ്ങനെയല്ലയോ വരുന്നത് എഴുതിയിരിക്കുന്നത്? അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാര്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. അപ്പൊ ഞാൻ ആരെയാണ് ശ്രദ്ധിച്ചു നോക്കേണ്ടത്? എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവമഹത്വം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, നമ്മൾ ആരെ ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവമഹത്വം വെളിപ്പെടും. ഇന്ന് അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, സ്ത്രീയെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, സഹോദരനെ നിസാര എന്ന് പറയുന്നവൻ, അങ്ങനെയെല്ലാം കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാക്കോബായിന്ന് ആയിരുന്ന സമയത്ത് തന്നെ ബൈബിൾ വായിച്ചപ്പം കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം വായിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരൊറ്റ കാര്യം, ഈ പുതിയ നിയമം പഴയ നിയമത്തിനെക്കാട്ടി ഭയങ്കര ഹാർഡാണ്. അപ്പം ഞാൻ കർത്താവിന് ഈ ദൈവഭാഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, പഴയ നിയമമാണെന്നുണ്ടെങ്കിൽ ഒരുത്തനെ കൊല്ലരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ, വ്യഭിചാരം ചെയ്യരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ അത് നോക്കിയാ പാപം ചെയ്യുന്നു. അപ്പം ഞാൻ ഇതെങ്ങനെ ഇതിനകത്ത് നിന്ന് ജീവിക്കുന്നത് എങ്ങനെയാണ്?
അതിൻ്റെ മർമ്മമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. കർത്താവ് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നത് ഞാൻ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട്. ലഘുവാകുന്നു. അപ്പം നമ്മൾ ആരിൽ നിന്ന് പഠിക്കണം? ഈ കർത്താവ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോഴാണ് ഇതിനെല്ലാം എന്തോ ഉണ്ടാകുന്നത്? വ്യതിയാനം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് അപ്പോസ്തലന്മാർക്ക് ഒരു വ്യതിയാനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നമ്മളോട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് നമ്മുടെ ഉള്ളിൽ നമ്മളോട് പറഞ്ഞ് നമ്മളെ നേരെ നടത്തുന്ന ഒരു ഒരു പരിശുദ്ധാത്മാവുണ്ട്, ദൈവമുണ്ട്. ഉണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ദൈവ മഹത്വം കാണണമെന്ന് ആരാഗ്രഹിക്കുന്നു? ദൈവം. കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ ദൈവത്തിന്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. അപ്പം ദൈവം ആഗ്രഹിക്കുന്നു തൻ്റെ മക്കൾ ആരുടെ മഹത്വം കാണണം? ദൈവത്തിന്റെ മഹത്വം കാണണം. അതൊന്ന് വായിച്ചാണ്ട് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 22-ഉം 23-ഉം വാക്യങ്ങൾ. ഞാൻ സമയം നോക്കിയില്ലായിരുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പം ദൈവ മഹത്വം നമ്മുടെ മേൽ പകർന്നു തന്നത് ആരായിരുന്നു? യേശു. യേശു. അത് എപ്പോഴാണ് പകർന്നു തന്നത് എന്ന് അനേക ദൈവമക്കൾക്ക് മനസ്സിലായിട്ടില്ല. അത് റോമാലേഖനം 3-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്. റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിനകത്ത് എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ, എല്ലാവരും ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശ ഇല്ലാത്തവരായി തീർന്നു. അത് ഇംഗ്ലീഷ് വായിച്ചാൽ കർത്താനാസനെ. ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ എടുത്തില്ലല്ലോ. ഓക്കെ, ഞാൻ ഇവിടെ എടുത്തോളാം. ഓക്കെ, റോമാലേഖനം 3:23. ഓക്കെ. For all have sinned and come short of the glory of God. ദൈവത്തിൻ്റെ ഗ്ലോറി അഥവാ മഹത്വം നഷ്ടപ്പെട്ടിരുന്നു. എപ്പോഴാണ് നഷ്ടപ്പെട്ടത്? പാപം ചെയ്തപ്പോൾ ആദം ഹവ്വമാരുടെ എന്ത് നഷ്ടപ്പെട്ടു? ദൈവമഹത്വം. ദൈവത്തിന്റെ മഹത്വം. ദൈവം അവരെ ഉടുപ്പിച്ചിരുന്ന ഒരു മഹത്വം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അത് നഷ്ടപ്പെട്ടു. നമ്മൾ കർത്താവിലേക്ക് വരുമ്പോൾ ഒരു വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയെ, സ്നാനപ്പെട്ട ഒരു വ്യക്തിയെ, ദൈവത്തെ ആത്മാവിനും സത്യത്തിലും ആരാധിക്കുന്ന ഒരു വ്യക്തിയെ ആ ദൈവ മഹത്വം കൊണ്ട് എന്താ ചെയ്തിരിക്കുകയാണ്? കവർ ചെയ്തിരിക്കുകയാണ്. ഈ മഹത്വം ഇന്ന് അനേകർക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ മഹത്വം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഞാൻ ശരി ചെയ്യണോ തെറ്റ് ചെയ്യണോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ട ജോലി ആരുടേതാണ്? ഇപ്പം ഞാൻ എൻ്റെ വീട്ടുപേര് പൈനുമൂട്ടിൽ നിന്നാണ്, പുത്തൻകാവിൽ പൈനുമൂട്ടിൽ എന്ന് പറയും. അപ്പം എൻ്റെ വീടിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് വേണം ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കാൻ. അങ്ങനെ വേണ്ടായോ? അല്ലെന്നുണ്ടെങ്കിൽ ആർക്കാ നാണക്കേട്? എൻ്റെ പേരൻസിനും എൻ്റെ കുടുംബക്കാർക്കും എല്ലാം നാണക്കേട് അല്ലേ? അതെ. അപ്പൊ ഞാൻ ദൈവ കുടുംബത്തിൽ ജീവിക്കുന്ന ഉടനെ ആ കുടുംബത്തിന് തക്കവണ്ണം ജീവിക്കേണ്ട ചുമതല ആർക്കുണ്ട്? ഇന്ന് അത് തെറ്റി മാറി ജീവിക്കുന്നത് കൊണ്ടാണ് ഇന്നൊരു പരസ്യ ഓലമായിട്ട് അനേകര് മാറിയിരിക്കുന്നത്. ആണോ? തീർച്ചയായിട്ടും. അത് ഇന്ന് ഒരു പരിഹാസമായി മാറിയിരിക്കുകയാണ്. നമുക്ക് തോന്നും, എന്താണ് ഈ പരിഹാസമായി മാറിയേക്കുന്നത്? അവൻ്റെ കുടുംബ ശ്രേഷ്ഠതയെക്കുറിച്ച് ഏത് കുടുംബത്തിലെ ആണെന്നുള്ള വിവരം അവൻ എന്ത് ചെയ്തിട്ടില്ല? മനസ്സിലായിട്ടില്ല. ഞാൻ ഇവിടെ എന്തെല്ലാമോ സമ്പാദിച്ച് കൂട്ടിയാൽ ഞാൻ ഏതാണ്ടൊക്കെ ആകുമെന്നാണ് അവൻ്റെ ചിന്ത. ഒന്നും ആകത്തില്ല.
നീ ദൈവഭവനത്തിൽ വസിച്ചാൽ നീ ദൈവത്തിന്റെ മകനാണ്. ആമേൻ. ഞാനും ദൈവമകനാണ്, കർത്താവിന്റെ ദാസനും ദൈവമകനാണ്, നമ്മുടെ കൂടെയുള്ള സഹോദരിമാരെയും ദൈവമകൻ എന്നുള്ള സ്റ്റാൻഡേർഡാണ് കൊടുത്തിരിക്കുന്നത്. സ്ത്രീ പുരുഷ ലിംഗവ്യത്യാസമൊന്നും അവിടെ ഒന്നുമില്ല, കർത്താവിന്റെ സന്നിധിയിലില്ല. ആമേൻ. ഞാനത് വിശ്വസിക്കുന്ന ഒരാളാണ്. കർത്താവ് പറഞ്ഞു, അങ്ങ് മരിച്ചു എന്ന് കഴിഞ്ഞതിന് ശേഷം അവിടെ സ്ത്രീയോ പുരുഷനോ എന്നുള്ള വ്യത്യാസമില്ല, ഭാര്യയും ഭർത്താവും ഒന്നുമില്ല അവിടെ. അവരെല്ലാം ദൈവദൂതന്മാരെ പോലെ തന്നെയാണ്. ആമേൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിൽ കൂടി ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? ആഗ്രഹിക്കുന്നുണ്ട്. മുമ്പേ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ മഹത്വം വെളിപ്പെടണം. ആമേൻ. കർത്താവിന്റെ ദാസൻ പറഞ്ഞ മാതിരി നമ്മുടെ ജീവിതത്തില് ഒരുപാട് ദൈവമഹത്വം കാണാൻ ഇടയായിട്ടുണ്ട്. സ്തോത്രം. എൻ്റെ ജീവിതത്തില് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാണണം. ഞങ്ങളെ കേൾക്കുന്നവര് ഈ ദൈവമഹത്വം കാണണം. നിങ്ങൾ വലിയ ഒന്നും ഈ ഇവരെ ഒരുപാട് പറയുന്ന മാതിരി ഞാൻ ഭയങ്കര വിശുദ്ധൻ അങ്ങനെയാണ് ഇതിന്റെ പുറകെ ഒന്നും പോകണ്ട. നിങ്ങൾ വസിക്കുന്ന സ്ഥലം മാത്രം മനസ്സിലാക്കിയാൽ മതി. അത് മാത്രം കാണിച്ചിട്ട് നമുക്ക് ഇവിടെ നിർത്താം, അല്ലേ? നമുക്ക് എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്. അല്ലെ, അതിനു മുമ്പ് കൊലോസ്യ ലേഖനം എടുത്താണ്. കൊലോസ്യ ലേഖനം 1:13. കൊലോസ്യ ലേഖനം 1:13. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് ഞാൻ എന്നെ അപേക്ഷിക്കുന്നു. അപ്പം ഇരുട്ടിന്റെ അധികാരത്തിൽ ഞാൻ ഒരു കാലം വരെ ആയിരുന്നു. 1996 ഒക്ടോബർ 16 വരെ ഞാൻ ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു. ആ 16 വൈകുന്നേരം കർത്താവ് എന്നെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. ഇന്ന് ഞാൻ ഒരു പ്രസംഗം കേട്ടു ഒരു ദേവദാസന്റെ. അതെനിക്ക് എന്തോ ഒരു വലിയ ദൈവമഹത്വം വെളിപ്പെടുത്തിയത്. വാ, ആ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളെ പുത്രന്റെ രാജ്യത്തിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് അനേകർക്ക് പെന്തക്കോസിൽ ഇരിക്കുന്ന നമ്മുടെ പ്രശ്നം. ദൈവമക്കളെ, പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. പക്ഷെ നീ ആയിരിക്കുന്നത് ദൈവരാജ്യത്തിലാണ്. ഞാൻ അമേരിക്കയിൽ വന്നപ്പോ അമേരിക്കയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞാൻ ജീവിക്കണം വേണ്ടായോ? തീർച്ചയായിട്ടും. ഞാൻ ഇന്ത്യയിൽ ചെന്നാലും ലോകത്തിന്റെ എവിടെ ഭാഗത്ത് ചെന്നെന്ന് പറഞ്ഞാലും അമേരിക്കൻ പാസ്പോർട്ടുമായിട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക സ്റ്റാൻഡേർഡ് ഉണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് ജീവിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാല്യൂ ആരും തരുമോ? ഇല്ല. അപ്പൊ നീ ദൈവരാജ്യത്തിനായിരിക്കുമ്പോൾ ആ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം നിന്റെ മഹത്വം അവിടെ വെളിപ്പെടണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. രണ്ടാമത് നമ്മുടെ പൗരത്വം എവിടെയാണെന്ന് ഫിലിപ്പിയ ലേഖനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനം ഒന്നെടുത്താട്ടോ, 3-ാം അധ്യായം 20-ാമത്തെ വാക്യം ഇല്ലയോ? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അപ്പം നമുക്ക് പൗരത്വം അവിടെ ഉണ്ട്. അവിടെ നിന്ന് കർത്താവായ രക്ഷിതാവ് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നമ്മൾ കാത്തിരിക്കുന്നു. അപ്പൊ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കർത്താവ് എങ്ങോട്ടാ വരുന്നത്? സ്വർഗത്തിലേക്കാണ് വരുന്നത്. സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. ഭൂമിയിലേക്കാണ് വരുന്നത്, അല്ലേ? അതെ, ഭൂമിയിലല്ലേ നമ്മൾ കാത്തിരിക്കുന്നത്. അതെ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഇനിയും നമ്മൾ ദൈവഭവനത്തിലായിരിക്കുമ്പോൾ നമ്മൾ എവിടെ ആയിരിക്കുന്നു നമുക്കൊന്ന് നോക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ
തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ആ. ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പൊ അപ്പോസ്തലന്മാരുടെ ഉപദേശം. ടീച്ചിങ് പഠിക്കണമെന്നല്ലേ പറഞ്ഞത്? അതെ, അപ്പോസ്തലൻ എന്താ പിന്നെ പറഞ്ഞതല്ല? നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ആ, ഇപ്പം സ്വർഗത്തിൽ ആരുടെ കൂടെ ഇരിക്കുന്നത്? യേശു ക്രിസ്തുവിനോടുകൂടെ. ആ, യേശുക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തെ തന്റെ അത്യന്ത കൃപയുടെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് യേശുക്രിസ്തുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലിരുത്തി. അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് എന്തുമാത്രം വലിപ്പമുണ്ട്! ഹല്ലേലൂയ. മഹത്വം വെളിപ്പെടുമോ കർത്താദാസനെ? തീർച്ചയായിട്ടും. എന്താ നമ്മുടെ ജനത്തിന് പറ്റിയേക്കുന്ന പരാജയം എന്താണ്? എവിടെ ഇരിക്കുന്നെന്നോ എവിടുത്തെ ആളാണെന്നോ ഒന്നും നമുക്കെന്തോ ഇല്ല. അനേകർക്ക് എന്തില്ല? അറിവില്ല, ജ്ഞാനമില്ല. അടുത്ത ഒരു വാക്യോട് വായിച്ചേ, അതിന്റെ 19-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, ആ, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. മതി. ഇനി നമ്മുടെ കുടുംബം പറയാനായിട്ട് മലയാളികൾ ഏറ്റവും വലിയ മിടുക്കരാണോ അല്ലയോ? അതെ, ആണോ അല്ലയോ? കുടുംബം പറയാൻ ഭയങ്കര മിടുക്കരാ. റൈറ്റ്. ഞാൻ ഇന്ന കുടുംബത്തിലെ, ഞാൻ ആ കുടുംബത്തിലെ, ഈ കുടുംബത്തിലെ ആണെന്നാണ്. ഇപ്പൊ കർത്താവ് നമ്മളെ ഏത് കുടുംബത്തിലാക്കിയേക്കുന്നത്? ദൈവഭവനത്തില്. ആമേൻ. അപ്പൊ ആ ദൈവഭവനത്തിന്റെ സ്റ്റാൻഡേർഡ് ഞാൻ കീപ്പ് ചെയ്യണോ വേണ്ടായോ? തീർച്ചയായിട്ടും. ഇപ്പൊ ഞങ്ങളെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളിൽ കൂടി എന്നിൽ കൂടി ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആ മഹത്വം നമ്മളെ അണിയിച്ചു കഴിഞ്ഞു. ആമേൻ. ആ അണിയിച്ച മഹത്വത്തിനൊത്തവണ്ണം, ആ സ്റ്റാൻഡേർഡിനൊത്തവണ്ണം നമ്മൾ ആരുടെ മുന്നേ ജീവിക്കണം? ഈ ലോകത്തിൽ ജീവിക്കണം. നിങ്ങളെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് ദൈവസഭയോടുകൂടി ആരാധിക്കുന്ന ഏത് ദൈവ പൈതലും ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിലാണ് ഇരുത്തിയിരിക്കുന്നത്. ആമേൻ. അവിടെ നിന്ന് കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് രണ്ടാമതും വരുമെന്ന് വിശ്വസിക്കുന്നവരാണ് ദൈവമക്കൾ. ആമേൻ. നമുക്ക് തന്നിരിക്കുന്ന സ്ഥാനം ദൈവഭവനത്തിലാണ്. ഹല്ലേലൂയ. അവിടുന്ന് ഇറങ്ങി ഓടി പോകാൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങി ലോകത്തിലോടി നടക്കണോ? വേണ്ട. എനിക്ക് നടക്കണ്ട. എനിക്ക് തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡിന് അതനുസരിച്ച് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവ മഹത്വം നമ്മളിൽ കൂടെ വെളിപ്പെടണം. അടുത്ത എപ്പിസോഡിൽ ഈ ദൈവമഹത്വം എങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് മെല്ലെ മെല്ലെ പഠിക്കാം. പോരെ? തീർച്ചയായിട്ടും. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനും ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.